അപ്പം അദ്ദേഹത്തിൻ്റെ പാർട്ടി എന്തിനാണ് മത്സരിച്ചതിന്? അദ്ദേഹത്തിൻ്റെ പാർട്ടി മത്സരിച്ച് നോട്ടയുടെ പുറകിൽ പോയി. എന്ന മുഖ്യമന്ത്രിക്ക് ഞങ്ങളോട് അത് മത്സരിക്കരുതെന്ന് പറയാൻ എന്താ അവകാശം? ഞങ്ങൾ ദേശീയ പാർട്ടിയാണ്. ഞങ്ങളവിടെ സഖ്യത്തിന് തയ്യാറായിരുന്നു. ഒരു 15 സീറ്റ് 70-ൽ 15 എന്നാൽ സഖ്യമാവാം എന്ന് പറഞ്ഞിരുന്നു. ഒരു സീറ്റ് പോലും നൽകില്ല എന്നുള്ള ധാർഷ്ട്യമാണ് കേജ്രിവാൾ സ്വീകരിച്ചത്. അതിൻ്റെ ഫലമായിട്ടാണ് അവിടെ BJP ജയിച്ചത്. ഞങ്ങളുടെ ഉത്തരവാദിത്വമല്ല. ഞങ്ങൾ പിന്നെ എങ്ങനെ മാറിയിരിക്കുക? ഒരു ദേശീയ പാർട്ടി 15 വർഷം ആ സംസ്ഥാനം ഭരിച്ച കോൺഗ്രസ് പാർട്ടി എന്തിൻ്റെ പേരിലാണ് മാറിയിരിക്കുന്നത്? മാർക്സിസ്റ്റ് പാർട്ടി പോലും മാറിയുന്നില്ല. അതാണ് നോട്ടയുടെ പുറകിൽ പോയി. എന്നിട്ടാണ് ഡൽഹിയിൽ തോറ്റതിന് കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുന്നത്. പിന്നെ ഹരിയാന ഏതാണ്ട് 6 സീറ്റ് ആം ആദ്മിക്ക് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറായിരുന്നു. അവർ സ്വീകരിക്കാത്തതിന് ഞങ്ങൾ എന്ത് ചെയ്യാൻ? അപ്പോൾ വർഗീയതയ്ക്കെതിരെ പോരാടുന്ന ചരിത്രം ഇന്ത്യയിൽ കോൺഗ്രസിന് മാത്രമുള്ളതാണ്. പിന്നെ UP-യിലും ബീഹാറും ആരുമായിട്ട് സഖ്യം ഉണ്ടാക്കണം എന്നൊക്കെ കോൺഗ്രസിന് അറിയാം. ഞങ്ങൾ ഇപ്പോൾ തന്നെ RJD ആയിട്ട് സഖ്യത്തിലാണ് ബീഹാറിൽ. ഞങ്ങൾ സമാജ്വാദി പാർട്ടിയായിട്ട് UP-യിൽ സഖ്യത്തിലാണ്. പിന്നെ സമാജ്വാദി പാർട്ടിയോട് UP-യിൽ കൂട്ടുകൂടണം, ബീഹാറിൽ RJD ആയിട്ട് കൂട്ടുകൂടണം എന്ന് പറയുന്നതിലൊക്കെ എന്താണ്? ഞങ്ങൾ കൂട്ടുകൂടിയിട്ടുണ്ട്. അവിടെ ഇപ്പോഴും ആ സഖ്യം നിലനിൽക്കുകയാണ്. അപ്പോൾ ഈ ലേഖനം എഴുതിയത് BJPയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നും കേരളത്തിൽ BJPയുടെ ഏജൻ്റായിട്ട് പ്രവർത്തിക്കുന്ന പാരമ്പര്യമാണ് പിണറായിക്കുള്ളത്. അദ്ദേഹം എന്നും കോൺഗ്രസിനെ കുറ്റം പറയാനാണ് എപ്പോഴും ചെലവഴിക്കാറുള്ളത്. ഏതായാലും അദ്ദേഹത്തിനെ വിശ്വസിച്ച് ഒരു പാർട്ടി അദ്ദേഹത്തിനോടൊപ്പം പോയില്ല. അതുകൊണ്ട് 3ാം പിണറായി സർക്കാർ എന്നുള്ളത് ഒരു വ്യാമോഹമാണ്. ദയനീയ തോൽവിയായിരിക്കും LDFന് വരാൻ പോകുന്ന 2 തെരഞ്ഞെടുപ്പിലും കേരളത്തിൽ സംഭവിക്കാൻ പോകും. ഒരു സംശയവും വേണ്ട, 3ാം സർക്കാർ വരും. പിണറായിയാണോ നയിക്കുന്നതൊക്കെ ഞങ്ങൾ തീരുമാനിക്കും. അതിനാരും മനപ്പായസം വെക്കണ്ട എന്നാണ് പറയുന്നത്. അതായത് തോൽക്കുന്നത് വരെ ജയിക്കുമെന്ന് അവകാശപ്പെടാനുള്ള അവകാശം ഗോവിന്ദ മാഷ്ക്കുണ്ട്. പിന്നെ ഇതിൽ പറഞ്ഞാൽ 3ാമതും പിണറായി വരും അല്ലെങ്കിൽ LDF വരും എന്നുള്ളത് എത്ര മനോഹരമായി നടക്കാത്ത സ്വപ്നം എന്ന് മാത്രമേ ഞങ്ങൾ പറയുന്നു. അതുകൊണ്ട് ഒരു സംശയവും വേണ്ട, അടുത്ത 2 തെരഞ്ഞെടുപ്പിൽ UDF ജയിക്കും. LDFന്റെ ദയനീയ പരാജയത്തിന് കേരളം സാക്ഷ്യം വഹിക്കും. ഈ ഒരു 48 മണിക്കൂറിനിടയിലാണ് മദ്യത്തെക്കുറിച്ചുള്ള നിലപാട് സംസ്ഥാന സെക്രട്ടറിയും LDF കൺവീനറും ഒക്കെ മാറ്റി പറയുന്നത്. മദ്യം കുടിക്കരുതെന്ന് പറയുന്നു, പിന്നെ വേണമെങ്കിൽ ചില കുറച്ചാകാം എന്ന് പറയുന്നുണ്ട്. അതിൽ തന്നെ ഒരു നിലപാടില്ലാത്ത സാഹചര്യമുണ്ടോ? അല്ല, അതിൽ ഞാൻ പറയാം, കേരളത്തിൽ ഇന്നുള്ള ഈ ഭീകര അന്തരീക്ഷത്തിൻ്റെ കാരണം ഗവൺമെൻറ്റിൻ്റെ തെറ്റായ സമീപനമാണ്. മദ്യമാഫിയ മാത്രമല്ല, മയക്കുമരുന്നും കഞ്ചാവിൻ്റെയും വിൽപ്പന നടത്തുന്ന ഒരു വൺ റാക്കറ്റുമായി CPMന് ബന്ധമുണ്ട്. അതിൻ്റെ ദുരന്തമാണ് കേരളത്തിൽ നടക്കുന്നത്. അതാണ് എത്രയോ കുഞ്ഞുങ്ങൾ, പാവം കുഞ്ഞുങ്ങൾ ലഹരിക്കടിമകളായി ചത്തവനൊക്കെ ജീവിച്ചിരിക്കലും എന്നുള്ള അവസ്ഥ കേരളത്തിൽ ഉണ്ടാവാൻ കാരണം സർക്കാരിൻ്റെ തെറ്റായ സമീപനമാണ്. ഞാൻ പറയാം, പാലക്കാട് ബ്രൂവറി യൂണിറ്റിനൊക്കെ ഒരു കാണിക്കുന്ന താല്പര്യം പാവപ്പെട്ട ആശാ വർക്കർമാരുടെ ഓണറേറിയം കൂട്ടുന്ന കാര്യത്തിൽ സ്വീകരിക്കുന്നുണ്ടോ?